അങ്ങനെ മുംബൈയിലെ യാത്രകളെല്ലാം അവസാനിച്ച് നേരെ പോകുന്നത് അയോധ്യയിലേക്കാണ്. സ്പൈസ് ജെറ്റിലാണ് പോകുന്നത്. ബോർഡിംഗ് പാസ് എല്ലാം ലഭിച്ചു. രാവിലെ 5:30 തന്നെ ഞാൻ എയർപോർട്ടിൽ എത്തിച്ചേർന്നിരുന്നു. ലോഞ്ചിൽ കയറി വിശ്രമമായി. അതിനിടയിൽ കുറച്ച് ഒഫീഷ്യൽ വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് തീർത്തു വെച്ചേക്കാം എന്ന് കരുതി ലാപ്ടോപ്പ് എടുത്തു. കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. മെയിലുകളെല്ലാം ചെക്ക് ചെയ്തു തീർന്നു. അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു നിൽക്കുമ്പോൾ ബോർഡിംഗ് പാസ് നൽകി എല്ലാവർക്കും ചെക്കിൻ തുടങ്ങിയിരിക്കുന്നു. അയോധ്യധാം മഹാഋഷി വാൽമീകി എയർപോർട്ട്, പുതിയ എയർപോർട്ടാണ്. അങ്ങോട്ടാണ് പോകുന്നത്. ചെക്കിൻ കഴിഞ്ഞു നേരെ കയറിയത് ബസ്സിലേക്കാണ്. ഈ ബസ്സിലൂടെയാണ് നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് എത്തിയ ശേഷം ഫ്ലൈറ്റിലേക്ക് കയറുന്നത്. കൊച്ചിയിലൊന്നും ഇങ്ങനെ അല്ലായിരുന്നു. നേരെ ഫ്ലൈറ്റിലേക്ക് കയറുകയായിരുന്നു. ഇത് ബഡ്ജറ്റ് ടിക്കറ്റ് അല്ലേ, അതുകൊണ്ടാവാം ഇങ്ങനെ. നല്ല എയർപോർട്ടാണ്, കാണുവാൻ അതിസുന്ദരവും. ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് എനിക്ക് കിട്ടിയത്. ബസ്സിൽ നിന്നും നേരെ ഇറങ്ങി നേരെ സ്പൈസ് ജെറ്റിലേക്ക് കയറണം. സ്പൈസ് ജെറ്റ് അവിടെ തയ്യാറായി നിൽക്കുന്നു. ഇതിൽ ഭൂരിഭാഗം പേരും അയോധ്യ കാണുവാൻ വേണ്ടി പുറപ്പെട്ട ആൾക്കാർ തന്നെയാണ്. ഭക്തരുണ്ട്, ചരിത്ര അന്വേഷകരുണ്ട്, അത് കാണുവാൻ വേണ്ടി വെറുതെ പോകുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ ഇതിലുണ്ട്. ഇതിനു മുൻപേ എയർ ഇന്ത്യ പോയിരിക്കുന്നു. എയർ ഇന്ത്യ ആയിരുന്നു ഞാൻ ലക്ഷ്യമിട്ടത്. പക്ഷെ അതിന് ടിക്കറ്റ് ലഭിച്ചില്ല. സ്പൈസ് ജെറ്റ് നല്ല ഫ്ലൈറ്റ് ആണല്ലോ, അതുകൊണ്ട് തന്നെ സ്പൈസ് ജെറ്റ് സെലക്ട് ചെയ്തു. നേരെ അതിൽ കയറുവാനുള്ള ഊഴം കാത്തു നിൽക്കുകയാണ്. അപ്പോഴാണ് ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ പറന്നു പോകുന്നത്. അയോധ്യയ്ക്കാവാം, എങ്ങോട്ടോ അത് പറന്നകന്നു. അങ്ങനെ സ്പൈസ് ജെറ്റിനുള്ളിൽ കയറി. അതിനുള്ളിൽ കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നു. ദാ ഫ്ലൈറ്റ് പറന്നു തുടങ്ങി. അങ്ങനെ മുംബൈയിൽ നിന്നും നേരെ യാത്ര തിരിക്കുകയാണ് അയോധ്യയിലേക്ക്, രാമന്റെ മണ്ണിലേക്ക്, ആ ചരിത്ര പുരുഷന്റെ മണ്ണിലേക്ക്. അത് കാണുവാൻ വേണ്ടി ഏകദേശം 2 മണിക്കൂർ 10 മിനിറ്റാണ് യാത്ര. ഞാൻ കുറച്ചു നേരം ഇവിടെ നിന്ന് ഉറങ്ങി. കാരണം താഴേക്ക് നോക്കിയിട്ട് ഒന്നും കാണത്തില്ലായിരുന്നു. എല്ലാം മഞ്ഞായിരുന്നു. ഇപ്പം എന്തൊക്കെയോ കണ്ടു തുടങ്ങി. ഇടയ്ക്കൊന്ന് എഴുന്നേറ്റ് നോക്കിയപ്പോൾ കണ്ടതാണ്. വിൻഡോ അത്ര ക്ലിയർ അല്ല, അതുകൊണ്ട് തന്നെ കാഴ്ചകൾ ചിലത് മങ്ങിയാണ് കാണുന്നത്. താഴെ ചെറിയ ചെറിയ ഗ്രാമങ്ങളെല്ലാം കാണാം. അതൊക്കെ കണ്ടിങ്ങനെ ഇരുന്നു. ഒന്നും മനസ്സിലാവുന്നില്ല. ചെറിയ ചെറിയ കള്ളികളായിട്ട് എന്തൊക്കെയോ എവിടെയൊക്കെയോ കാണാം. എന്നാലും കാഴ്ചകൾ മനോഹരമല്ലേ, വെറുതെ ഇതിൽ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഇതെല്ലാം അടുത്തടുത്ത് വരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് താഴാറായി. അങ്ങനെ അയോധ്യയുടെ മണ്ണിലേക്ക് ഇറങ്ങാറായി എന്നെനിക്ക് പൂർണ്ണമായി മനസ്സിലായി. എല്ലാ കാഴ്ചകളും അടുത്തടുത്ത് വന്നു, താന്നു വന്നു. ഫ്ലൈറ്റ് ഇറങ്ങിയിരിക്കുന്നു. പെട്ടെന്ന് തന്നെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. കറക്റ്റ് സമയത്താണ് ഫ്ലൈറ്റ് ഇറങ്ങിയത്. നേരത്തെയും വന്നില്ല, താമസിച്ചും വന്നില്ല. അങ്ങനെ ഇറങ്ങുവാനുള്ള കാത്തിരിപ്പായി ഞാൻ. ഇനി ഈ ചേച്ചി മാറണം ഇവിടുന്ന് ഇറങ്ങിപ്പോകുവാൻ. മുടിയൊക്കെ ഒരുക്കി സുന്ദരിയായി നിൽക്കുകയാണ്. എല്ലാ സംഭവങ്ങളും കണക്ട് ചെയ്തു. താങ്ക് യുവും പറഞ്ഞു ആ ചേച്ചി പോയി. എന്നാൽ ഇനി ഇറങ്ങിയേക്കാം. ഈ എയർപോർട്ട് പുതിയ എയർപോർട്ടാണ്. രാമക്ഷേത്രം വന്നപ്പോൾ അതിനോട് അനുബന്ധിച്ച് പണിതാണ് എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നിർമ്മാണ പ്രവർത്തികളെല്ലാം അങ്ങിങ്ങായി നടക്കുന്നതേ ഉള്ളൂ. ഇവിടെ നിന്നും ഇറങ്ങി നേരെ വീണ്ടും ബസ്സിൽ കയറണം. നേരെ ബസ്സിലേക്ക് വെച്ച് പിടിച്ചു. ബസ് വന്ന് കിടപ്പുണ്ട്. ആദ്യം ചെന്നവരൊക്കെ സീറ്റ് പിടിച്ചിരുന്നു. എന്തായാലും ഈ ചിരിയല്ലേ ഉള്ളൂ, നിൽക്കാം എന്ന് ഞാനും ധരിച്ചു. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നിന്നു. 2 മിനിറ്റ് എയർപോർട്ടിൽ എത്തിയിരിക്കുന്നു. അങ്ങനെ ബസ്സിൽ നിന്നും നേരെ ചാടി ഇറങ്ങി. ആദ്യമായിട്ടാണ് ഉത്തർപ്രദേശിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് കാണണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ എന്നറിയണം. എയർപോർട്ടിനുള്ളിൽ കാണുവാനാണ് ഇങ്ങനെ വെമ്പിച്ച് നിൽക്കുന്നത്. അങ്ങനെ എയർപോർട്ടിനുള്ളിലേക്ക് കയറി. നല്ല മനോഹരമായ എയർപോർട്ട്, പുതിയതല്ലേ, അതുകൊണ്ടാവാം. എന്നാലും അയോധ്യയിൽ ഉള്ള എയർപോർട്ട് ആയതുകൊണ്ടാവാം രാമായണത്തിലെ എല്ലാ കഥാപാത്രങ്ങളും ഇവിടെ ഉണ്ട്. രാമനാണ് മുഖ്യ കഥാപാത്രം. എല്ലാ ചുവരുകളിലും നമുക്ക് കാണാം. രാമായണ കഥകൾ വരെ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു ഓരോ ഭിത്തികളിലും. അതൊക്കെ നോക്കി കുറേ നേരം നിന്നു. ഇനി എൻ്റെ ബാഗ് വരണം, എന്നിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങുവാൻ. ആ സമയത്ത് ഞാൻ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടെങ്കിൽ നിന്നു.
ചിലയിടങ്ങളിലായിട്ട് ചില കുത്തുപണികളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എല്ലാം രാമനും രാമായണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നവയാണ്. അതിൽ നിന്നെല്ലാം സെൽഫി എടുക്കാനുള്ള ആളുകളുടെ തിരക്ക് കൂടി തുടങ്ങി. ഞാൻ എൻ്റെ ബാഗിനെ കാത്തു നിന്നു. അങ്ങനെ എൻ്റെ ബാഗെത്തി. അതും കളക്ട് ചെയ്ത് നേരെ എയർപോർട്ടിന് പുറത്തേക്ക്. ഇനി എയർപോർട്ടിന് പുറത്ത് നോക്കിയാൽ ഇതെങ്ങനെയിരിക്കും എന്ന് നോക്കണമല്ലോ. അതിനായി നോക്കി നിന്നു. ടാക്സി ഡ്രൈവർമാരും വന്ന ആൾക്കാരെ കാത്തു നിൽക്കുന്ന ആൾക്കാരും ഒരുപാടുണ്ട്. അവർക്കിടയിലൂടെ നേരെ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. നല്ല എയർപോർട്ടാണ്, നീറ്റ് ആൻഡ് ക്ലീൻ. ടാക്സി ഡ്രൈവർമാർ ഓരോന്ന് ചോദിക്കുന്നുണ്ട്, എവിടെ പോകണം, എങ്ങനെയാണെന്നൊക്കെ. നോക്കൂ, പെട്ടെന്ന് നോക്കിയാൽ ഒരു എയർപോർട്ടാണെന്ന് തോന്നില്ല. ഏതോ ഒരു ആശ്രമം പോലെ നമുക്ക് തോന്നുന്നുണ്ട്. അതുപോലൊരു എയർപോർട്ട്. പുറകിൽ നിന്ന് ഫ്ലൈറ്റ് പൊങ്ങിപ്പോകുമ്പോഴാണ് ഇത് എയർപോർട്ടാണെന്ന് നമ്മൾ അറിയുന്നത്. എയർപോർട്ടിൻ്റെ ഗാർഡനൊന്നും ആയിട്ടില്ല. പുതിയ എയർപോർട്ടാണ്, ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ ഞാൻ എങ്ങനെ ഇനി രാമക്ഷേത്രത്തിൽ പോകും എന്നുള്ള ആലോചനയിലായി. ടാക്സി ഡ്രൈവർമാരോട് അറിയാവുന്ന ഭാഷയിലൊക്കെ ചോദിച്ചു. നല്ല റേറ്റാണ് ഇവിടെയുള്ളവരെല്ലാം പറയുന്നത്. 250 രൂപ. ഷെയർ ഓട്ടോ ഇവിടുന്ന് ഇപ്പോൾ ലഭ്യമല്ല, ഇപ്പോൾ വരും എന്നൊക്കെ പറയുന്നു. എന്നാൽ ഇവിടുന്ന് ഷെയർ ഓട്ടോ ലഭ്യമാണ്. ഈ ഒരു വന്ന യാത്രക്കാർ ഒരു തിരക്ക് കഴിഞ്ഞാൽ ഇവരെല്ലാം ഷെയറായി പോയി തുടങ്ങും. ഒന്നും നോക്കിയില്ല, നേരെ ഊബർ ബുക്ക് ചെയ്തു. ഡ്രൈവറിനായി കാത്തിരുന്നു. അങ്ങനെ എനിക്കൊരു ഊബർ ഓട്ടോറിക്ഷ കിട്ടി. ഡ്രൈവർ എന്നെ വിളിച്ചു. ഞാൻ സംസാരിച്ചു, അദ്ദേഹവും സംസാരിച്ചു. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മനസ്സിലായില്ല. കാരണം ഹിന്ദിയിൽ പണ്ഡിതനാണല്ലോ ഞാൻ. അതുകൊണ്ട് തന്നെ അങ്ങനെ വാഹനത്തിൽ കയറിപ്പറ്റി. വാഹനത്തിൻ്റെ അക്ഷരങ്ങൾ ഹിന്ദിയിൽ എഴുതാത്തത് എന്ത് നന്നായി. ഇല്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ ഞാൻ നന്നായി പാടുപെട്ടേനെ. അക്കങ്ങളിലാണ് നമ്പർ എഴുതിയത്. അതുകൊണ്ട് തന്നെ ഊബറിൽ നമ്പർ വന്നതുകൊണ്ട് ഞാൻ നമ്പർ കണ്ടുപിടിച്ചു. ഊബർ ആകുമ്പം പേടിക്കണ്ടല്ലോ, കൂലി നേരത്തെ പറയും. അവിടെ ചെല്ലുമ്പം ആ കൂലി കൊടുത്താൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനമില്ല. രാമൻ്റെ നാട്ടിൽ വന്നിട്ട് എനിക്ക് ആദ്യമായി കിട്ടിയത് ഒരു മുസ്ലിം സഹോദരനെ തന്നെയാണ് സവാരിക്ക്. അദ്ദേഹത്തിൻ്റെ കൂടെയായി യാത്ര. അദ്ദേഹം വളരെ സന്തോഷവാനാണ്, ഭയങ്കര വാചാലനാണ്. കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, കുറച്ചൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പണ്ഡിതനായതുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ പഠിപ്പിക്കാനും പോയില്ല. എല്ലാം മൂളിക്കേട്ടു, ഒന്നും തിരുത്തുവാനും നിന്നില്ല. എനിക്കറിയാവുന്ന ഭാഷയിൽ അദ്ദേഹത്തിനോട് കുറേ കാര്യങ്ങൾ ഞാൻ ചോദിച്ചു. ഇവിടെ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ, മുസ്ലിങ്ങൾക്ക് പ്രശ്നമുണ്ടോ, രാമക്ഷേത്രം വന്നില്ലേ എന്നൊക്കെ. പക്ഷെ അദ്ദേഹം വളരെ സന്തോഷവാനാണ് രാമക്ഷേത്രം വന്നതിൽ. കാരണം വേറൊന്നുമല്ല, രാമക്ഷേത്രം വന്നതിൽ പിന്നെ നിറയെ ഓട്ടമാണ്. 3000 രൂപ മുതൽ 4000 രൂപ വരെ അദ്ദേഹം ഓടും. കൂടുതലായിട്ടും ഷെയർ ഓട്ടോയാണ് അദ്ദേഹം ഓടാറ്. ഒരാളിൽ നിന്ന് 30 രൂപ 40 രൂപ വരെ വാങ്ങും. രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ വൈകിട്ട് വീട്ടിൽ പോകാൻ സമയം കിട്ടില്ലെന്നാണ് പറയുന്നത്. അത്രത്തോളം തിരക്കാണ് ഇപ്പം രാമജന്മഭൂമിയിൽ. ഇനി ആ പള്ളിയും കൂടെ വരണമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ആളുകൾ ഇവിടെ കൂടുമല്ലോ, അപ്പം ഞങ്ങൾക്ക് നിറയെ ഓട്ടം കിട്ടുമല്ലോ എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. എന്തായാലും ജീവിതത്തിൻ്റെ ഉദ്ദേശം തന്നെ നമുക്ക് ക്യാഷ് ഉണ്ടാക്കണം. ഇതുപോലെ യാത്ര ചെയ്യണം, ഭക്ഷണം കഴിക്കണം. ക്യാഷ് ഇല്ലാതെ ഒന്നുമില്ലല്ലോ, പണം വേണം. അതാണ് എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം വളരെ ഹാപ്പിയാണ്. യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. ഞാൻ പറഞ്ഞു, ഇത് വന്നപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിലാണെങ്കിലും അവിടെ ഇടുകയാണെങ്കിലും ചില കുത്തിത്തിരിപ്പുകളും കാര്യങ്ങളും. അദ്ദേഹം പറഞ്ഞു, അതൊക്കെ നിങ്ങളുടെ നാട്ടിലല്ലേ, ഞങ്ങളുടെ നാട്ടിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങളുടെ നാട്ടിൽ സമാധാനമാണ്. രാമക്ഷേത്രം വന്നാലും ബാബറി മസ്ജിദ് വന്നാലും ഇനി പുതിയ പള്ളി വന്നാലും ഞങ്ങളൊക്കെ ഇങ്ങനെ തന്നെ ജീവിക്കും. നല്ല ആറ്റിറ്റ്യൂഡ്, നല്ല സംസാരവും. അന്ന് അദ്ദേഹം ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഇവിടുത്തെ ഓരോ വിശേഷങ്ങളും പറഞ്ഞാണ് യാത്ര തിരിക്കുന്നത്. ഇലക്ട്രിക് ഓട്ടോറിക്ഷയാണ്, അതുകൊണ്ട് തന്നെ ഓടുന്ന കാശല്ല ലാഭമാണ്. കുറച്ച് പൈസ മാത്രം മതി ചാർജ് ചെയ്യുവാൻ. ഇതിനും ഇവർക്കൂടെ സബ്സിഡി ലഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. രാമക്ഷേത്രം വന്നതിൽ പിന്നെ നിറയെ ഹൈവേകൾ വന്നു ഇങ്ങോട്ടെല്ലാം. അതുകൊണ്ട് തന്നെ എല്ലാം നന്നായിരിക്കുന്നു. റോഡുകളൊക്കെ നല്ല റോഡുകളാണ്. ഒരു പാലത്തിൽ വഴിയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. 2 വരി പാലമാണ്. ഒരു സൈഡിൽ മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളൂ. ബാക്കി ഇനി പണിയുവാൻ കിടക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു ജംഗ്ഷനിലേക്ക് എത്തിപ്പെട്ടു. ഓട്ടോറിക്ഷ മെല്ലെ സ്ലോ ആയി. എനിക്ക് മനസ്സിലായി എവിടെയോ രാമക്ഷേത്രം എത്തിയിരിക്കുന്നു എന്നെനിക്ക് മനസ്സിലായി. എന്നാൽ അദ്ദേഹം പറഞ്ഞു, ഇവിടെ വലിയ ഈ യാത്രയേ ഉള്ളൂ. ഇതിനുശേഷം പോലീസിൻ്റെ ഏരിയയാണ്, നമുക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. ഉദ്യോഗസ്ഥരുടെ വണ്ടിയും പോലീസിൻ്റെ വണ്ടിയിൽ മാത്രമേ അങ്ങോട്ട് പോകുവാൻ സാധിക്കത്തുള്ളൂ. വരുന്ന വണ്ടികളെല്ലാം തിരിഞ്ഞ് പാർക്കിങ്ങിലേക്ക് പോകുന്നുണ്ട്. ഇവിടുന്ന് ഏകദേശം നടക്കണം. 1 കിലോമീറ്ററോളം വരും എന്നെനിക്ക് തോന്നി. എങ്ങനെ അങ്ങോട്ട് പോകും? രാവിലെ തന്നെ യാത്ര തിരിച്ചുകൊണ്ട് ഞാൻ ക്ഷീണിതനാണ്. കൂടാതെ ലഗേജ് കൊണ്ട് എൻ്റെ പുറത്തും കയ്യിലുമെല്ലാം. ഞാൻ ഇനിയും അറിയാവുന്ന ഭാഷയിൽ ഇവരോട് കാര്യങ്ങളൊക്കെ തിരക്കി. എത്ര ദൂരം നടക്കണം, എങ്ങനെ പോകണം,
ഈ ഓട്ടോറിക്ഷയിൽ കൊണ്ടുവിടുമോ എന്നൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കി. അപ്പോൾ പറഞ്ഞു അതിൻ്റെ കാര്യമൊന്നുമില്ല, ഇതങ്ങോട്ട് വിടത്തില്ല, ഒന്നാതെ നിങ്ങൾ നടന്നു പൊക്കോളൂ, കാഴ്ചകളൊക്കെ കണ്ട് നടന്നു പോകാം, കുറച്ചു ദൂരമേ ഉള്ളൂ. നടന്ന് ചെല്ലുമ്പോൾ തന്നെ രാമക്ഷേത്രമായി. വഴി മാറുമോ എന്ന് ഞാൻ ചോദിച്ചു. ഇല്ല, ഈ വഴി നേരെ രാമക്ഷേത്രത്തിലേക്കാണ്, ഒന്നും പേടിക്കണ്ട, ഈ പോകുന്നവരെല്ലാം രാമക്ഷേത്രത്തിലേക്ക് പോകുന്നവരാണ്, എന്നാൽ ഞാനും പോയി കളയാം. അങ്ങനെ ഇനി രാമക്ഷേത്രം കാണണം. രാമക്ഷേത്രത്തിലെ വിശേഷങ്ങളുമായിട്ട് ഉടനെ ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും ശുഭരാത്രി.